ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. സ്മൃതി ഭാഗം 1. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ അവൾ ആക്റ്റീവ നല്ല സ്പീഡിൽ പറത്തി. വണ്ടി ഓടിക്കുന്നതിനിടയിലും പലതവണ അവളുടെ കണ്ണുകൾ കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചിലേക്ക് പോകുന്നുണ്ട്. അതിലെ സമയം കാണുന്തോറും വണ്ടിയുടെ വേഗതയും കൂടിക്കൊണ്ടുവന്നു. എന്റെ മഹാദേവ, ഇന്ന് ആ കാലന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. മഹാദേവന്റെ നടയിലെത്തിയതും വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ അവൾ മനമുരുകി പ്രാർത്ഥിച്ചു. പറഞ്ഞതിലും വെറും 1 മണിക്കൂറേ ലേറ്റ് ആയിട്ടുള്ളൂ. എനിക്കിന്ന് 8ന്റെ പണി ഒന്ന് തന്നേക്കല്ലേ. കാലന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ചാൽ ഒരു ചുറ്റുവിളക്ക്. അയ്യോ വേണ്ട, ഞാൻ അത്രയ്ക്ക് റിച്ച് അല്ലാത്തോണ്ട് ഒരു ധാര കഴിപ്പിച്ചോളാമേ. പ്രാർത്ഥനയും കഴിഞ്ഞ് വണ്ടി കുറച്ച് മുന്നോട്ടെടുത്തതും പോലീസ് കൈ കാണിച്ച് സൈഡ് ഒതുക്കാൻ പറഞ്ഞു. എന്റെ ഭഗവാനെ, നിന്റെ മുന്നിൽ പിശുക്ക് കാണിച്ചത് ഒട്ടും ഇഷ്ടായില്ല അല്ലേ? അതല്ലേ അടുത്ത സെക്കൻഡ് തന്നെ പണി തന്നത്. ശോ, ഇതിനി എന്ത് പൊല്ലാപ്പാണാവോ. നേരവും പോയി നാശം. മനസ്സിൽ വിചാരിച്ച് അവൾ വണ്ടി ഒതുക്കി നല്ല കുട്ടിയായി നിന്നു. മാഡത്തിന്റെ പേരെന്താണാവോ? കൂട്ടത്തിൽ പ്രായം കൂടിയ പോലീസാണ് ചോദിച്ചത്. അവരുടെ കൂട്ടത്തിലും ഒരു കാട്ടുകോഴി ഉണ്ടായിരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ആ പെണ്ണൊരുത്തിയെ അവൻ സ്കാനിങ് തുടങ്ങി. ഗൗരി ശങ്കർ. ഭവ്യതയോടെ അവൾ മറുപടി പറഞ്ഞു. ജോലിയാണോ പഠിക്കുകയാണോ? ഇയാളെന്താ എന്റെ പേരും ജോലിയും ഒക്കെ അറിഞ്ഞ് വല്ല കല്യാണം ഒപ്പിച്ച് തരാനാണോ? മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ആ പോലീസ് തന്നെ ഗൗരി നന്നായി മനസ്സിൽ സ്മരിച്ചു. സർ, ഫിലിം ആർട്ട് ഡയറക്ടർ കമലേഷ് സാറിന്റെ അസിസ്റ്റന്റാണ് ഞാൻ. തീരെ താല്പര്യമില്ലാതെ ഗൗരി പറഞ്ഞു. ഓഹോ, എന്താ അസിസ്റ്റന്റ് ആർട്ട് ഡയറക്ടർ റോഡ് റൂൾസ് പാലിക്കണ്ട എന്നെവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? വളരെ പുച്ഛത്തോടെ അയാൾ ചോദിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരും ഏതാണ്ട് വലിയ തമാശ കേട്ട പോലെ ചിരിക്കുന്നുണ്ട്. എല്ലാം കേട്ട് ദേഷ്യം മരിച്ചു കയറിയെങ്കിലും പോകാൻ ധൃതിയുള്ളതിനാൽ ഗൗരി ക്ഷമിച്ചു. സർ, കാര്യം എന്താണ്? ദാ എന്റെ ലൈസൻസും വണ്ടിയുടെ ബുക്കും പേപ്പറും. ഞാൻ എന്ത് റൂൾസ് തെറ്റിച്ചെന്നാ സാർ പറയുന്നേ? അല്പ ദേഷ്യത്തോടെ ഗൗരി അയാളോട് ചോദിച്ചു. എന്റെ പൊന്നു കൊച്ചേ, നിന്റെ ഹെൽമെറ്റ് എവിടെ? അതും വെക്കാണ്ട് എങ്ങോട്ടാ വണ്ടി എടുത്ത് പായുന്നേ? റോഡിൽ കൂടി ചീറി പാഞ്ഞു പോകുന്ന വണ്ടികൾക്ക് അട വെക്കാൻ വേണ്ടി രാവിലെ തന്നെ ഓരോന്ന് ഇറങ്ങിക്കൊള്ളും. അപ്പോഴാണ് ഗൗരിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത്. നേരം വൈകി ഫ്ളാറ്റിൽ നിന്ന് ഓടിയിറങ്ങിയപ്പോൾ ഹെൽമറ്റ് എടുത്തിരുന്നില്ല. വേഗം ഫൈനും അടച്ച് സോറിയും പറഞ്ഞ് അവൾ സ്ഥലം വിട്ടു. അവൾ പോയിട്ടും കാട്ടുകോഴിയുടെ കണ്ണ് അവൾ പോയിടത്തേക്കായിരുന്നു. വെളുത്ത നിറം, വിടർന്ന ചുണ്ടുകൾ, നീണ്ട മൂക്ക്, പൂച്ചക്കണ്ണുകൾ, ചുണ്ടിനു മുകളിലുള്ള ചെറിയ മഴുക്, പാകത്തിന് ഉയരവും വണ്ണവും, പിന്നെ അധികം ഇറക്കമില്ലെങ്കിലും നല്ല കട്ടിയുള്ള മുടി. വായി നോക്കി നിൽക്കാണ്ട് പോയി പണിയെടുക്കട ചെക്ക. നേരത്തെ ഗൗരിയോട് സംസാരിച്ചിരുന്ന പോലീസ് ആ കോഴിയെ കൂട്ടിൽ കയറ്റി. സെറ്റിലെത്തിയ ഉടനെ ഗൗരി ആരും കാണാതെ അകത്തേക്ക് പതുക്കെ കയറി. ഒന്ന് നിന്നേ. ശബ്ദം കേട്ടതും പിടിച്ചു കെട്ടിയ പോലെ ഗൗരി നിന്നു. ഈശ്വര, കാലൻ. മനസ്സിൽ വിചാരിച്ച് തിരിഞ്ഞു നിന്ന് എല്ലാ പല്ലും പുറത്തു കാട്ടി ഗൗരി ഇടിച്ചു കാണിച്ചു. ഗൗരിയോടിന്ന് എപ്പ എത്തണമെന്നാ പറഞ്ഞിരുന്നേ? നെഞ്ചിൽ കൈ പിണച്ചു കെട്ടി ഗൗരവത്തിൽ കമലേഷ് അവളോട് ചോദിച്ചതും പെണ്ണ് പതുങ്ങി. ഒന്നുകൂടി കണ്ണുരുട്ടി പേടിപ്പിച്ചതും സർ, 8 മണി. പരമാവധി വിനയം വാരി വിതറി ഗൗരി പറഞ്ഞു. ഇപ്പൊ സമയം എന്തായി? സർ, 9. തനിക്കൊക്കെ ബ്ലാ ബ്ലാ. അവിടുന്ന് അങ്ങോട്ട് 10 മിനിറ്റ് ഗൗരിക്ക് ക്ലാസ്സും എടുത്ത് പറഞ്ഞ സമയത്ത് സെറ്റ് ഇടാനും ഓർഡർ കൊടുത്ത് അവളെ അവിടെ നിന്നും ഓടിച്ചു. സാർ എന്തിനാ അവളെ അസിസ്റ്റന്റ് ആക്കി വെച്ചേക്കണേ? ഒരു കൃത്യനിഷ്ഠയുമില്ല, എന്നും ലേറ്റ്. പറഞ്ഞു വിട്ടൂടെ? സാർ ഇങ്ങനെ വളം വെച്ച് കൊടുത്ത് വല്ലാത്ത അഹങ്കാരമാ ആ പെണ്ണിന്. കമലേഷിന്റെ തന്നെ അസിസ്റ്റന്റും ഗൗരിയുടെ ശത്രുവുമായ വൈശാഖ് അവൾ പോയതും ചോദിച്ചു. മോനെ വൈശാഖേ, അവൾ വൈകിയാലും നീയൊക്കെ 4 മണിക്കൂർ എടുത്ത് തീർക്കുന്ന ജോലി
അവൾ 2 മണിക്കൂർ കൊണ്ട് തീർക്കും. അതും പെർഫെക്റ്റ് ആയിട്ട്. നിന്റെ സൂക്കേട് എനിക്ക് നന്നായി അറിയാം. പ്രൊഫഷണൽ ജലസി. നിന്നേക്കാൾ നന്നായി അവൾ പണിയെടുക്കുന്നതിന്റെ കുശുമ്പ്. അതും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. കൂടുതൽ നിന്ന് എൻ്റെ ചെവി തിന്നാൻ നിൽക്കാണ്ട് പോയി പണി നോക്കടാ. കാലം ടെററായതും അവൻ ജീവനും കൊണ്ട് ഓടി. അയ്യോ, വന്നോ തമ്പുരാട്ടി? ഇന്നും വളരെ നേരത്തെയാണല്ലോ വരവ്. എന്തു പറ്റി? ഗൗരിയെ കണ്ടപാടെ അവളുടെ ഉറ്റ സുഹൃത്തായ ലക്ഷ്മി എന്ന ലച്ചു വാരാൻ തുടങ്ങി. എൻ്റെ പൊന്നുമോളെ, ഇനി നീയും കൂടെ തുടങ്ങല്ലേ. വീട്ടിലുള്ള ആളെ നിനക്കറിയാലോ. ഓരോ ദിവസവും ഓരോ സ്വഭാവമാ. രാവിലെ തന്നെ വലിയൊരു അംഗം വിട്ട് കഴിഞ്ഞാൽ ഞാൻ വരുന്നേ. പിന്നെ പോയി പോലീസിന് മുന്നിൽ ചാടി. കഷ്ടകാലത്തിന് ഹെൽമറ്റും എടുത്തില്ല. അതും കഴിഞ്ഞ് കാലിൻ്റെ ക്ലാസ്സും കേട്ടിട്ടാണ് ഞാൻ വരുന്നത്. എന്നെ വെറുതെ വിട്ടേക്ക്. ഇന്ന് ഞാൻ ആരാവോ കണി കണ്ടത്? ഒരു സംശയവും വേണ്ട. ഇത്ര ഗതി കെട്ട ദിവസമാണെങ്കിൽ നീ കണ്ടത് കണ്ണാടിയിൽ നിന്റെ മുഖം തന്നെയാവും. ലച്ചു പറഞ്ഞതും ഗൗരിയുടെ മുഖം പരിഭവത്താൽ വീർത്തു. അത് കണ്ടതും ലച്ചുവിന് ചിരി വന്നു. അയ്യോടി, എൻ്റെ പാറുവിനെ വെറുതെ ചൂടാക്കാൻ പറഞ്ഞതല്ലേ ഞാൻ. നീ വാ, നമുക്ക് പണി തുടങ്ങാം. ലച്ചു പാറുവിനെയും കൊണ്ട് പണി തുടങ്ങി. പറഞ്ഞ നേരത്തിന് മുന്നേ തന്നെ തീർത്തു. ഷൂട്ടിങ്ങും തുടങ്ങി. ഇത് ഗൗരി, അച്ഛൻ ശങ്കർ, അമ്മ ജാനകി. 2 പേരും മരിച്ചു. കേരളത്തിൽ വന്നിട്ട് 3 വർഷമാകുന്നു. മുന്നേ എവിടെയായിരുന്നെന്ന് പിന്നെ പറയാം. ലച്ചുവിൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത ഫ്ലാറ്റിലാണ് താമസം. കേരളത്തിൽ വന്നേ പിന്നെ കൂടെ കൂടിയ ചങ്ക് ഫ്രണ്ടാണ് ഗൗരിക്ക് ലച്ചു. റിട്ടയർഡ് SP മാധവന്റെയും മീനാക്ഷിയുടെയും ഏക സന്താനം. ബാക്കിയുള്ളവരെ വഴിയെ പരിചയപ്പെടാം. കീറി പറഞ്ഞ ഡ്രസ്സും ശരീരം മൊത്തം മുറിവുകളുമായി അവൾ ഇരുട്ടിലൂടെ ഓടി. അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞിരുന്നു. ചുറ്റിലും പ്രതീക്ഷയോടെ നോക്കിയെങ്കിലും ഒരു മനുഷ്യരെ പോലും കാണാതെ അവൾ വിഷമിച്ചു. കാലുകൾക്ക് ബലം നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടും അവൾ ഓടുന്നത് നിർത്തിയില്ല. തനിക്ക് പിന്നിൽ തന്നെ പിച്ചി ചീന്തുവാനുള്ള ആക്രോശത്തോടെ വരുന്നവരെ കണ്ടതും അവൾ സർവശക്തിയും എടുത്തോടി. കാലിടറി പലതവണ വീണെങ്കിലും സ്വന്തം മാനം രക്ഷിക്കുവാനായി അവൾ ശക്തിയാർജിച്ച് ഓടിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു വെളിച്ചം അവളുടെ കണ്ണുകളിലേക്ക് തുളച്ചു കയറി. കൈവച്ച് അവൾ കണ്ണുകൾ മറച്ചു. പിന്നിൽ കാൽ പെരുമാറ്റം കേട്ടതും അവൾ ആ വെളിച്ചത്തെ ലക്ഷ്യമാക്കി ഓടി. തനിക്ക് നേരെ പാഞ്ഞു വരുന്ന വണ്ടി കണ്ടതും അവൾ തറഞ്ഞു നിന്നു. എന്നാൽ അവൾക്ക് തൊട്ടു മുന്നിൽ ആ വണ്ടി ബ്രേക്ക് ഇട്ടു നിന്നു. അതിൽ നിന്നും ഇറങ്ങിയ ആളെ കണ്ടപ്പോൾ അവളുടെ മുഖത്തെ ഭയം മാറി. ഒരു പുഞ്ചിരി വിരിഞ്ഞു. അർജുൻ, അവൾ വിളിച്ചു. ആ പേര് വിളിക്കുമ്പോൾ അവളുടെ ശബ്ദം വിറച്ചു. വണ്ടിയിൽ നിന്നും ഇറങ്ങി വീന്ന് ഇമ വെട്ടാതെ അവൾ നോക്കി നിന്നു. ഒത്ത ഉയരം, വെളുത്ത നിറം, വെട്ടിയൊതുക്കിയ മുടിയും താടിയും, ഉറച്ച ശരീരം. കണ്ണിൽ വെച്ചിരിക്കുന്ന റേബാൻ എടുത്ത് മാറ്റിയപ്പോൾ തവിട്ട് നിറമുള്ള കണ്ണുകൾ ദേഷ്യത്താൽ ചുവന്നിരുന്നു. അവളുടെ കണ്ണുകളിൽ അവനോടുള്ള പ്രണയം നിറഞ്ഞു നിന്നു.